അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാഷിംഗ് മെഷീനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്താണ് വാഷിംഗ് മെഷീനെ കുറിച്ച് പറയാനുള്ളത്? സംഭവം അടിപൊളിയാണല്ലേ. നമ്മുടെ സഹോദരിമാർക്കൊക്കെ അലക്കാൻ വളരെ എളുപ്പമാണ്. അലക്കാനുള്ളതെല്ലാം അതിലേക്കിട്ട് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുക്കളയിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം അലക്കാനുള്ളതെല്ലാം അലക്കി ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നജസ്സുള്ളതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വാഷിംഗ് മെഷീനിൽ അലക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നജസ്സായിട്ടുള്ള വസ്ത്രമാണെങ്കിൽ ആ നജസ്സുള്ള ഭാഗം എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ച് നന്നായി കഴുകുക, അല്ലെങ്കിൽ ടാപ്പിൻ്റെ ചുവട്ടി കാണിച്ച് നന്നായി കഴുകുക. അതിൻ്റെ ശേഷം വാഷിംഗ് മെഷീനിലിട്ട് അലക്കുക. അല്ലാതെ നമ്മൾ നേരെ അത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ എത്ര വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയാലും അത് വൃത്തിയാകില്ല, നജസ് അതിൽ നിന്ന് നീങ്ങില്ല. നജസ്സില്ലാത്ത വസ്ത്രങ്ങൾ വേറെ അതിലുണ്ടെങ്കിൽ അതുകൂടെ എന്താവുകയാണ്, നജസ്സാവുകയാണ്. അതുകൊണ്ട് ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിൽ അവരുടെ നജസ്സായ വസ്ത്രങ്ങളൊക്കെ അലക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വാഷിംഗ് മെഷീനിലിട്ട് അലക്കാൻ പാടില്ല. അതിനെ നജസ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വാഷിംഗ് മെഷീനിലിടുക. എല്ലാവരും ഈ കാര്യം വളരെ ഗൗരവത്തോടെ തന്നെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ശ്രദ്ധിച്ച് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.